ഹായ്, സച്ചൂട്ടൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് റൊട്ടീനാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പയ്യെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഇളം കാറ്റും ചെറിയൊരു വെയിലും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു നേരം. അപ്പോൾ സച്ചൂട്ടൻ നല്ലൊരു ഉറക്കമല്ല എണീറ്റ് ചെറിയൊരു നടത്തത്തിനായിട്ട് ഇറങ്ങിയതാണ്. 2 ദിവസമായി മഴ. അപ്പോൾ എന്നോട് പറയുന്നു മഴ മാറിയതിന് ശേഷം നമുക്ക് നടക്കാൻ പോകണം അമ്മേ, ഒത്തിരി കാഴ്ചകൾ എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം അതിനായിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. മഞ്ഞൾ ചേന ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കും, ഒത്തിരി നേരം സംസാരിക്കും. ഞങ്ങൾ തമ്മിലെല്ലാം ഒത്തിരി കാര്യങ്ങളെല്ലാം സംസാരിക്കും, സ്കൂൾ വിട്ട കാര്യങ്ങളും. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഹോം റെമഡി ഞാൻ ഇന്നത്തെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊക്കെ തലയിലെല്ലാം പുരട്ടിയിട്ട് ഞാനും അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങ് നടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ടുണ്ട്. ഇവിടെ ഒത്തിരി കുട്ടികൾ കളിക്കാനായിട്ട് വരും. ഫുട്ബോളെല്ലാം മാച്ചൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ചെറിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലെ കൂടിയെല്ലാം ഞങ്ങളങ്ങനെ നടക്കുകയാണ്. നല്ല ഇളം കാറ്റുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയായ മഞ്ചാടിക്കുരു പെറുക്കൽ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. നല്ലൊരു ഇളം കാറ്റുണ്ട്. ഇനി കുറച്ച് സീനറി ആവാം അല്ലേ, നേച്ചർസ് ബ്യൂട്ടി. അപ്പോൾ നല്ലൊരു കാറ്റെല്ലാം വന്ന് ഇലകളൊക്കെ ആടുന്നത് എത്ര മനോഹരമായൊരു കാഴ്ചയാണ് അല്ലേ. നമുക്കൊരു മൈൻഡ് പ്ലീസിങ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സാണിത്. നല്ല കാറ്റുണ്ട്, ഇളം വെയിലുണ്ട്, ബ്യൂട്ടിഫുൾ കാക്കകളുടെ സൗണ്ടും. ഒത്തിരി കാക്കകളുടെ സൗണ്ടെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാമല്ലോ എന്ന് ഓർത്താൻ അത് കട്ട് ചെയ്യാണ്ട് ഇടുന്നത് കേട്ടോ. അപ്പം ചിലവർക്കത് ഇഷ്ടപ്പെടില്ല, അപ്പോൾ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഇത് ഞങ്ങളുടെ മെയിൻ റോഡാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത്. നടന്നു പോകുന്നത് മെയിൻ റോഡ് മീൻസ് ഒരു കുഞ്ഞ് ഇടവഴിയാണ്. പക്ഷേ ജീപ്പാണ് ഇതിലെ കൂടെ, ബസ്സൊന്നും പോകില്ല, ജീപ്പാണ് പോവുക. പിന്നെ ആ കാണുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്, നെട്ടൂർ ശിവക്ഷേത്രം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് തരാം. ഞങ്ങളുടെ വൈകുന്നേരത്തെ അടുത്ത കലാപരിപാടി ടാബാണ്. ഞങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നതിന് ഭയങ്കര ഉസ്താദാട്ടോ. ഒത്തിരി കളേഴ്സ് ചെയ്യും, ഒത്തിരി പെയിൻറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ടാബിൽ ഞാനും കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇരിക്കും, കളർ ചെയ്യാനെല്ലാം പറഞ്ഞു കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടുക്കും, ഞാൻ പോകും കേട്ടോ. അടുത്തത് അവൻ്റെ ഈവനിങ് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ് മുത്താറി കൊണ്ടുള്ളൊരു കുറുക്ക്. ഇപ്പോൾ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ അവനിപ്പോഴും കുടിക്കും അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മുത്താറി അത് റിച്ച് വിറ്റമിൻസും ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ മുത്താറി നല്ലോണം കഴുകി അതിൻ്റേതായിട്ടുള്ള പൊടികളുണ്ടാവും അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ലോണം വൃത്തിയാക്കണം, ഒത്തിരി അഴുക്കുകളുണ്ടാവും. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അത് അരച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ തരികളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്കത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക, നല്ല സോഫ്റ്റായിട്ട് നല്ല അരച്ച് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നല്ലോണം വെള്ളം മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്ത് നല്ലോണം വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം അരിച്ചെടുക്കുക. അത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മട്ട ഒത്തിരി ഉണ്ടാവും, അതിൻ്റെ തവിട് പോലത്തെ ഇതുണ്ടാവും. പക്ഷേ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്നൊന്നും വരില്ല. പക്ഷേ കുറച്ച് മട്ടോടെ കൊടുക്കണമായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്താണ് കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത്. കുറച്ച് മട്ടോടെ കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് വെല്ലം ഇടുക. ഞാനൊരു ചെറിയൊരു കട്ട വെല്ലം ഇടുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗ കത്തിക്കുക. തേങ്ങാപ്പീരി ഇടുന്നുണ്ട്. ചില കുട്ടികൾക്ക് തേങ്ങാപ്പീരി ഇഷ്ടമല്ല, അച്ഛനും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവനൊരു ഹെൽത്ത് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ചില ഫുഡൊക്കെ അവർ പറ്റിയില്ലെങ്കിൽ പോലും കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ തേങ്ങാപ്പീര ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ലേശം ഉപ്പിടുക, അവൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട്.